പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പം അഭിനയിക്കുന്ന പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ല് കൂടുക എന്നുള്ളതാണ്. അതിന് പല പല തകരാറുകളുണ്ട്. മെയിനായിട്ടും മഴക്കാലത്ത് നമ്മുടെ കറണ്ട് മണ്ണിലേക്ക് എർത്തായി പോകുന്നതാണ് നമ്മുടെ കറണ്ട് ബില്ല് കൂടാണ്ട് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അത് നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് നമ്മുടെ കറണ്ട് ബില്ല് കൂടിയത് എങ്ങനെയെന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അവർക്ക് ലേബർ ചാർജ് കൊടുക്കേണ്ടി വരും. നിസ്സാരമായിട്ട് നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു ബിനോയ് ഇലക്ട്രീഷ്യൻ. ഞാൻ ഈ ടിപ്പ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിൽ ഞാൻ പറഞ്ഞ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒരു ബെല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ. ഇനിയും മറ്റ് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം തരുന്ന, നിങ്ങൾക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ ഇലക്ട്രീഷ്യനെ വിളിക്കാതെ സ്വന്തമായിട്ട് അപകടമില്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വീഡിയോസ് കാണുന്നതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഓക്കെ. ഇതാണ് നമ്മുടെ വീട്ടിലെ സാധാരണ ഒരു വയറിങ്. അതിനകത്ത് ഒരു പ്ലഗ് പോയിന്റിൽ ഈ ഇടത് സൈഡ് വരുന്ന സാധാരണ രീതിയിൽ നമ്മൾ ന്യൂട്രൽ പോയിന്റ് ആയിരിക്കും. ഈ വലത് സൈഡ് വരുന്നതാണ് ഫേസ് പോയിന്റ്. അത് നമ്മളിങ്ങനെ ഒരു ലൈൻ ടെസ്റ്റർ വെച്ച് ഓൺ ആക്കുമ്പോൾ അതിനകത്ത് ടെസ്റ്റർ വർക്ക് ചെയ്യും. ഓക്കെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ എർത്ത് പോയിന്റ്. മെയിനായിട്ടും വൈദ്യുതി ബില്ല് കൂടാനുള്ള പ്രധാന കാരണം ഈ ഫേസ് സപ്ലൈയിൽ നിന്നും ഈ എർത്ത് പോയിന്റിലേക്ക് സപ്ലൈ ഏതെങ്കിലും കാരണത്താൽ ഷോർട്ട് ആകുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് 300 രൂപ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാർക്ക് 2000 രൂപ കറണ്ട് ബില്ല് വന്നു എന്നൊക്കെ പറയുന്നത്. നമുക്ക് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടെ ഒരു ലൈൻ ടെസ്റ്റർ മേടിക്കുക. ഇത് ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും, അല്ലെ ടൂൾസിന്റെ കടയിൽ കിട്ടും. ഇതിനൊരു 30 രൂപ വില കൊടുത്താൽ മതി. ഒരു ഇലക്ട്രിക്കൽ ലൈൻ ടെസ്റ്റർ മേടിക്കുക. അത് മേടിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്ലഗിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഈ പോയിന്റ്, അതായത് ഇതാണ് എർത്ത് പോയിന്റ്, അതിൽ കുത്തിയിട്ട് ഈ ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൽ ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് വളരെയായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്തുകൂടി വൈദ്യുതി ലീക്കായി പോകുന്നുണ്ട്. ഇതിനകത്ത് എർത്ത് ഫാൾട്ടുള്ള വീടാണെങ്കിൽ നമ്മുടെ വീടിന്റെ എർത്ത് ലിങ്ക്, അതായത് വീടിന്റെ മെയിൻ സ്വിച്ചിന്റെ പുറത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചെമ്പൂമ്പി അടിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് ഒരു എർത്ത് ചെയ്തിട്ടുണ്ടാവും. ആ എർത്ത് പൈപ്പ് ചൂടായിട്ടുണ്ടാവും. അതിന്റെ ചുറ്റും നനഞ്ഞു കിടക്കുന്ന മണ്ണ് ഉണങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ എർത്ത് ഫാൾട്ടിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ മീറ്റർ 50 സ്പീഡായിട്ട് കറങ്ങും. ആ മീറ്ററിനകത്ത് എർത്ത് ഫാൾട്ട് എന്നുള്ള ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒരു സപ്ലൈ കൊടുക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റുകൾ കറക്റ്റായിട്ട് കത്തുന്നത്. ഈ എർത്തിലേക്ക് സപ്ലൈ കയറിപ്പോയി കഴിഞ്ഞാൽ വൈദ്യുതി നേരെ മണ്ണിലേക്കാണ് പോവുക. അപ്പം ഇതിനകത്ത് എവിടെയാണോ നമ്മുടെ ചെറിയൊരു ഫാൾട്ട് വരുന്നത് ആ ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു 2000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒറ്റയടിക്ക് 200-300 രൂപയായിട്ട് കുറയും. ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിനൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 500 രൂപ കൂലി കൊടുക്കേണ്ടി വരും. നിങ്ങളൊരു 30 രൂപ ലൈൻ ടെസ്റ്റർ മേടിച്ചാൽ മതി. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സേഫായിട്ട് ചെരുപ്പ് ധരിക്കുക, സേഫ്റ്റി നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കുക, അപകടങ്ങൾ ഉണ്ടാക്കാതെ പരിശോധിക്കുക. ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഓക്കെ.